ആ പറയേ. അതെ, നമ്മളൊരു ദിവസേ ഒരു അമ്പലത്തിക്ക് പോയില്ലേ കള്ളം കാണാൻ. ഉണ്ടായിരുന്നു. അപ്പളേ അവിടെ ഒരു ഉമ്മാർത്തായിട്ട് കുറച്ച് തുള്ളണോര് അവിടുന്നിട്ടും കള്ളു കുടിക്കണ്ടായിരുന്നില്ലേ. അങ്ങനെ കുടിക്കാൻ പാടുവോ? അച്ഛൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കട്ടാ. ഇതിപ്പോൾ ഉണ്ണിക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പോൾ നമ്മളെ കുടുംബക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും അകത്തിരുന്ന്, അതായത് അമ്പലത്തിൻ്റെ ഉമ്മാർത്തിരുന്ന് കോമരങ്ങൾ തുള്ളുമ്പോൾ മദ്യം സേവിക്കണത് ഞാൻ കുറേ പ്രാവശ്യം കണ്ടുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആദ്യമൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ എൻ്റെ അമ്പലത്തിൽ, എൻ്റെ കുടുംബക്ഷേത്രത്തിൽ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് കോമരങ്ങൾ ആരും മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ അതായത് വലിയ വലിയ ആചാര്യന്മാരോടും ഒന്നും ഉണ്ണി ശ്രദ്ധിച്ച് കേൾക്ക്, വലിയ വലിയ ആചാര്യന്മാരോടും ഒന്നും ചോദിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതൊന്നുമല്ല. എന്നാലും ഞാൻ കുറേ കളങ്ങളൊക്കെ കാണാൻ പോണതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് വെച്ച് പറയാം. സാധാരണയായിട്ട് നമ്മുടെ വിഷ്ണുമായ, കരിങ്കുട്ടി, ഭുവനേശ്വരി, പിന്നെ അതേപോലെ തന്നെ മുത്തപ്പൻ, ഇവരൊക്കെ കൗളാചാരം, അതായത് ശാക്തേയ കർമ്മത്തിനനുസരിച്ച് സാധാരണക്കാരായ ഒരൊപ്പലിഞ്ഞ് ചേർന്ന് ജീവിക്കണ ഈശ്വരന്മാരാണ്. അപ്പോൾ ഈ ഈഴവന്മാർ, അതിലും താഴ്ന്ന ജാതിയുള്ളവർ, അവരൊക്കെ എന്ത് കൊടുത്താലും നിവേദ്യമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഈ ദൈവങ്ങൾ. അപ്പോൾ മുന്നൊക്കെ പല ക്ഷേത്രത്തിനും മതിൽക്കെട്ടിനകത്ത് മുൻപും ഇപ്പോഴും ശാക്തേയ കർമ്മം പോലെ മദ്യം ഒക്കെ കോമരങ്ങൾ സേവിക്കാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും ശുദ്ധകർമ്മം എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി നാഗങ്ങളുള്ള പല ക്ഷേത്രങ്ങളിലും ചില അമ്പലങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് ഏതെങ്കിലും കുടുംബത്തിലെ ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ടോ ഒക്കെ വർഷത്തിലൊരിക്കലോ 2 പ്രാവശ്യമോ മദ്യം, പിന്നെ കോഴി കാര്യങ്ങളൊക്കെ നേദിക്കുന്ന പരിപാടിയുണ്ട്. ഇത് 2 തരത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നവരോട്, അതൊക്കെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കുടുംബക്ഷേത്രങ്ങൾക്കും അവർ നടത്തി വരുന്ന ഓരോ രീതികളുണ്ട്. വർഷങ്ങളായിട്ട് അവർ നടത്തി വരുന്ന രീതികളുണ്ട്. അവിടുന്ന് കാരണന്മാരും കാര്യങ്ങളും നടത്തി വരുന്ന രീതിയുണ്ട്. പിന്നെ ആ കുടുംബത്തിലുള്ളവർക്കും അവിടുത്തെ ദൈവങ്ങൾക്കും പ്രശ്നമില്ലെങ്കിൽ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇതിൽ പ്രധാന കാര്യം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ശുദ്ധകർമ്മം നൽകുകയാണെങ്കിൽ പോലും വർഷത്തിൽ 1-2 പ്രാവശ്യം അശുദ്ധകർമ്മം നൽകുന്ന അമ്പലങ്ങളിൽ പോലും മദ്യം, അതേപോലെ കോഴീനൊക്കെ നേതിയായിട്ട് വെച്ചിട്ട് കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. ഇനി ശുദ്ധകർമ്മം അല്ലാത്ത ശാക്തേയ കർമ്മം പോലെ വർഷത്തിലൊരിക്കൽ കളം പോലത്തെ പരിപാടി വരുമ്പോൾ മദ്യം കഴിക്കുന്ന കോമരങ്ങളുണ്ട്. അതൊക്കെ ഓരോ അമ്പലത്തിൻ്റെ രീതികളാണ്. അത് ചില ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ദൈവങ്ങൾക്ക് അവരൊരുമിച്ചിരുന്ന് ഇപ്പോൾ ശുദ്ധകർമ്മം നടത്തുന്ന അമ്പലങ്ങളിലും നാഗങ്ങളും ഹനുമാൻ സ്വാമി ഉണ്ട്. അതേപോലെ തന്നെ ശാക്തേയകർമ്മം പോലെ മദ്യം അമ്പലത്തിനകത്ത് നൽകുന്ന അമ്പലങ്ങളിലും അമ്പലത്തിനകത്ത് നാഗങ്ങളും ഹനുമാൻ സ്വാമി ഉണ്ട്. അത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്പലത്തിലൊക്കെ ശുദ്ധകർമ്മം തന്നെയാണ് നടന്നിരുന്നത് അമ്പലത്തിൻ്റെ അകത്ത്. പക്ഷെ ഞങ്ങൾ വർഷത്തിൽ 1-2 തവണ പുറത്ത് വെച്ചിട്ട് മുത്തപ്പൻ, ഭുവനേശ്വരി, വിഷ്ണുമായ, കരിങ്കുട്ടി സങ്കല്പത്തിൽ ഞങ്ങൾ മദ്യം, പിന്നെ അതേപോലെ തന്നെ കോഴി അങ്ങനെയൊക്കെ നേദ്യങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിവുള്ളവർ ഇതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ അലിഞ്ഞ് ചേർന്ന് നടക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ണി കേൾക്കണ്ട. അപ്പോൾ നമ്മൾക്ക് വിശ്വാസമുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. പല ക്ഷേത്രങ്ങളും പല രീതിയായിരിക്കും. മദ്യമകത്ത് കയറ്റുന്ന അമ്പലങ്ങൾ മോശമാണെന്നോ, അതല്ല ശുദ്ധകർമ്മം നടത്തുന്ന അമ്പലങ്ങൾ മോശമാണെന്നോ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു രീതിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ മദ്യം കൊടുക്കുന്ന കോമരങ്ങൾ ആടി വരുമ്പോൾ മുത്തപ്പനായാലും കരിങ്കുട്ടിയായാലും വിഷ്ണുവായാലും ഭുവനേശ്വരി ആയാലും അവരാടി വരുമ്പോൾ അവർക്ക് കൊടുത്തത് നീതി സ്വീകരിക്കുന്നതാണ്. ഉണ്ണി എന്താ വെച്ചാൽ, ഉണ്ണി വളർന്നു വന്ന കാലം മുതൽ നമ്മുടെ അമ്പലത്തിനകത്ത് ഉണ്ണി ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ പുറത്ത് തറവാട്ടിൽ വീട്ടിൽ നേതി വെക്കുന്ന ഉണ്ണി കണ്ടിട്ടുണ്ട്. പക്ഷെ 5 വയസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് അതിൻ്റേതായ കാര്യങ്ങളുള്ളൂ. പക്ഷെ എന്നാലും ഉണ്ണിക്കിൻ്റെ സംശയം പോലെ എനിക്കും കുറച്ച് കാലമായിട്ട് ഇങ്ങനത്തെ സംശയങ്ങളുണ്ടായിരുന്നു. പിന്നീട് കുറേ സ്ഥലത്ത് കളങ്ങൾ കാണാൻ പോയിട്ടും എനിക്കറിയണം 1-2 ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. അതല്ലാതെ വലിയ വലിയ ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയതല്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെ, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിലെ അവരുടെ കുടുംബക്ഷേത്രങ്ങളൊക്കെ എങ്ങനെയാണ്, ശാക്തേയ കർമ്മമാണോ അതേപോലെ തന്നെ ശുദ്ധകർമ്മമാണോ നടത്തുന്നതെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട അഭിപ്രായം പറയാം കേട്ടോ.